ഹായ് ഫ്രണ്ട്സ്, വാഗമണിലെ ഒരു സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചുണർത്തിയിട്ട് ആദ്യം പറഞ്ഞ് എല്ലാവരും പൂളിൽ ഇറങ്ങിയിട്ടുണ്ടെടി എഴുന്നേക്കെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ കുളിക്കാൻ അങ്ങ് കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനാണെങ്കിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഏട്ടനാണ് ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഏട്ടനും കാശിയും കൂടെ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. കാശി നേരത്തെ ഇറക്കി, ശ്രീമോനെ ഇറക്കാനെ കൊണ്ട് തലയിൽ ക്യാപ്പൊക്കെ വെച്ച് ഇറക്കുവാണ്. അപ്പോൾ കുഞ്ഞിനെ ഇറക്കിയപ്പോൾ എനിക്ക് തണുത്തത് കൊണ്ടാണോ അതോ അവൻ്റെ കാലിലെന്തോ കടിച്ച പോലാണ്. അവൻ കുറേ സമയം കരയുന്നുണ്ടായിരുന്നേ. കാലെ പിടിച്ചാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ അവനെ ഇറക്കിയില്ല. ഞാൻ പറഞ്ഞു അവനെങ്കിൽ ഇറക്കണ്ടെന്ന് പറഞ്ഞു. തണുപ്പുമായിരുന്നു, അവന് പനിയുണ്ടായിരുന്നേ, അതുകൊണ്ട് ഇറക്കിയില്ല. അപ്പം കാശി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പൊടിവാവേ ഇറങ്ങി കുറേ സമയം വെള്ളത്തിൽ നിന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ പൊടിവാവ വെള്ളത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊടിവാവ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഞാനും ശ്രീമോനും പൊടിവാവയും പിന്നെ കുറച്ച് വേറെ കാത്തും പാത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് ആദിനിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരുന്നു. എൻ്റെ സ്ഥിരം പരിപാടി ഇത് തന്നെ. ഞാൻ പിള്ളേരെ നോക്കി ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും, ബാക്കി എല്ലാവരും വെള്ളത്തിലിറങ്ങും. ആരെങ്കിലും ഒരാൾ വേണമല്ലോ. ഇപ്പം ഞാനിവിടെ ഇറങ്ങിയായിരുന്നെങ്കിൽ ശ്രീമോനെയൊക്കെ ആരും നോക്കിയേനി എന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു. ഒരാൾ വേണം എല്ലാത്തിനും. പക്ഷേ ഇവിടെ ഒരു ഇതും നോക്കാതെ വന്നവർ മൊത്തം ഇറങ്ങി കേട്ടോ. ശ്രീമോനാണെങ്കിലും ഇച്ചിരി ഇറങ്ങിയിട്ട് കയറി, ഒട്ടും ഇറങ്ങാത്ത ഞാനാണ്. ഒന്ന് കാലുപോലും നനയ്ക്കാൻ ഇറങ്ങാഞ്ഞത് ഞാനാണ് കേട്ടോ. എനിക്ക് അതുപോലെ വയ്യാതായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി റെഡിയായി. ഞങ്ങളെല്ലാവരും റെഡി ആയതിനു ശേഷമാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഞാനാണെങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ കയറിപ്പോയത്. പക്ഷേ ഇവരെല്ലാവരും വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എല്ലാം പാക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കാൻ വന്നതെന്ന് കരുതി ഞാൻ ധൃതി പിടിച്ചെല്ലാം ചെയ്ത് തന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇന്ന് റെഡി ആവാൻ കിടക്കുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ വലിയ താമസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് താഴെ നിന്ന് ബാഗെല്ലാം എടുത്തുകൊണ്ട് വന്ന് വണ്ടിയിൽ വെച്ച് പിന്നെ കുറേശ്ശെ ആൾക്കാർ കയറുവാണ്. ഇത് ലച്ചുവാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ ഈ തലയിടിക്കുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും പോകുമ്പോൾ ട്രാവലർ വേണ്ട, ഒരു മിനി ബസ് വല്ലതും വിളിച്ചാൽ ഇനിയും പോകത്തുള്ളൂ കേട്ടോ. അത് അത്ര ഇച്ചിരി സൗകര്യത്തിന് എല്ലാവർക്കും നിന്ന് ഡാൻസ് കളിക്കാനും കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ വില്ലയിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണ്ടയിലാണ് കേട്ടോ, നല്ല മുരുപ്പിൻ്റെ മണ്ടയിലെന്ന് തന്നെ പറയാം. നല്ല മലയുടെ മണ്ടയിലാണ് നമ്മുടെ റിസോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളായിരുന്നു, ഇത്രയും മണ്ടയിലാണെന്ന് നമ്മൾ അറിയുന്നില്ലായിരുന്നു കേട്ടോ. വില്ലയുടെയും പൂളിൻ്റെയും മാത്രം വീഡിയോസേ കാണുന്നുള്ളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, നല്ല ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നേരെ വന്നത് അഡ്വഞ്ചർ പാർക്കിലോട്ടാണ്. അവിടെ വന്ന് ഇറങ്ങി നമ്മൾ ഗാർഡനിൽ കയറാമെന്ന് കരുതിയാണ് ഇവിടെ ഇറങ്ങിയത്. മറ്റേ അഡ്വഞ്ചർ പാർക്കിൽ പോകാനാണെങ്കിൽ മുകളിൽ ഇറങ്ങിയാൽ മതിയായിരുന്നെങ്കിലും പാസ് എടുക്കണം. ഒരാൾ ഇറങ്ങി എല്ലാവർക്കുള്ള പാസ് എടുത്തങ്ങ് കയറി പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ കയറാനെന്നുള്ള പ്ലാനിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ കയറാൻ ഇനി അടുത്തൊരു പാസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും പേർക്ക് പാസ്സും എടുത്തിട്ട് ചുമ്മാ കയറി ഇറങ്ങി വെയിലും കൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. തണുപ്പൊന്നും ഇല്ലായിരുന്നു, വെയിലായിരുന്നു. ഇപ്പോൾ പിള്ളേരെ കൊണ്ട് പോകാനുള്ള പാടുകൊണ്ട് നമ്മൾ അവിടെ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് നമുക്ക് മേളിൽ അഡ്വഞ്ചർ പാർക്കിലോട്ട് തന്നെ പോവാം, എന്നിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കയറി പോകുന്നത്. അവിടെ ചെന്നപ്പോൾ സൂചി കുത്താൻ ഇടമില്ലാത്ത പോലെ ആളാണ്. നമ്മളാണെങ്കിൽ ഇതിലെല്ലാം കയറുന്നതിന് പാസ് എടുക്കണം. ഈ പാസ് എടുക്കാൻ നിൽക്കുന്നിടത്ത് തന്നെ 3-4 വരി ക്യൂ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് എല്ലാത്തിലും കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ചു ചേച്ചിക്കാണെങ്കിൽ ഈ സൈക്കിളിലൊക്കെ കയറണമെന്ന് പറഞ്ഞു, പാരച്ചൂട്ടിൽ കയറണമെന്ന് പറഞ്ഞു. ഇതിനെല്ലാം കയറുന്നതിന് ഞങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിലല്ല, അവിടെ ഇരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ക്യൂ അത് ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം അവിടെ ക്യൂവിൽ നിന്നെങ്കിലും കയറാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നിന്ന് കുഴഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെയും കൊണ്ടൊന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊന്നിലും കയറിയില്ല. ഇവിടെ ഒന്നും എല്ലാം കണ്ട് കേട്ട് ഇവിടുന്ന് ഐസ്ക്രീമും കഴിച്ച് ഞാനൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിള്ളേർക്ക് കയറാൻ പറ്റിയ പാർക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ അവിടെയെങ്കിലും പിള്ളേരെ കൊണ്ട് കയറ്റിയില്ലെങ്കിൽ പിള്ളേർ നമ്മളെ വല്ലതൊക്കെ പറയും കേട്ടോ. പിള്ളേരെ കൊണ്ട് പോയിട്ട് പിള്ളേർക്ക് പറ്റിയ ഒരു ആക്ടിവിറ്റീസിലും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ പൂളിൽ അവിടെ നമ്മുടെ വില്ലയിൽ ഇറങ്ങിയതല്ലാതെ ഇവിടെ ഒന്നിലും കയറിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആശിക്കൊക്കെ എനർജിയായി, എല്ലാവരും ചാടി കയറാനായിട്ട് പോയിട്ടുണ്ട്. ശ്രീമോനാണെങ്കിലും പൊടിവാവയാണെങ്കിലും എല്ലാം ഇപ്പോഴാണ് ഒരു ഇച്ചിരി എനർജി ആയത്. അവർക്ക് അവരുടെ കളിപ്പാട്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ റൈഡുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. ശ്രീമോൻ നമ്മളിവിടെ പാർക്കിലൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇത് വീണ്ടും കയറണം കേട്ടോ. അതിനിടയ്ക്ക് അവൻ്റെ ചെരുപ്പ് ഊരിപ്പോയതിനാണ് അവൻ അവിടെ നിന്നത്. എന്നിട്ട് സ്റ്റെപ്പ് കയറി ഒന്നും ഇറങ്ങാനൊന്നും ഞങ്ങൾക്ക് വയ്യ. ഞങ്ങളെ എടുത്ത് നമ്മളെ അവിടോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി ഇങ്ങ് വരാമെന്നുള്ള ഭാവമാണ്. കാശി പിന്നെ ചാടി ഓടി എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാശി അപ്പുറത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ പെയ്ഡായിരുന്നു കേട്ടോ. നമ്മൾ പോയി 100 രൂപ അടച്ചു കഴിഞ്ഞാൽ ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ കയറാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഒന്നിലും കയറ്റിയതുമില്ല. ഞാൻ അവനൊന്നും വാങ്ങിച്ചും കൊടുത്തില്ല. ഐസ്ക്രീം എന്തോ ഞാൻ കാണാതെ വാങ്ങിച്ച് കഴിച്ചതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഐസ്ക്രീം പോലും വാങ്ങിച്ച് കഴിക്കേണ്ടെന്ന് പറഞ്ഞാണോ. അത് തണുപ്പ്, അതിൻ്റെ കൂടെ പനിയുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് പനിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും കാശിക്ക് ഇതിൽ കയറണമെന്ന് പറഞ്ഞ് അവൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ പോയി കൂപ്പണും ഒക്കെ എടുത്ത് എന്തായാലും കൊണ്ട് കയറ്റിയിട്ടുണ്ടായിരുന്നേ.
അതല്ല എന്തായാലും നല്ല സന്തോഷത്തോടെ കയറി ചെയ്യുകയും ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അടുത്തതിലും കയറാൻ വേണ്ടി ഓടിപ്പോയി കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പേടിക്കാനൊന്നുമില്ല, ഈ ബെൽറ്റ് എല്ലാം ഇട്ട് തൂക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയതായതുകൊണ്ട് ആടത്തും ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങ് പോവുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ലച്ചുവിനെ നോക്കിയപ്പോൾ ആ സമയത്ത് ലച്ചുവിനെ ഒന്നും കണ്ടതുമില്ല. ലച്ചു ആണെങ്കിൽ വേറെ ഏതോ ഹൊറർ ഹൗസിൽ എന്നാണ്ട് കയറാനായിട്ട് പോയതായിരുന്നേ. അപ്പോൾ അവരാണെങ്കിൽ 3-4 പേര് പോയി പേടിച്ച് പോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ച് നമുക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പോൾ ശ്രീമോനെ പിന്നെയും കയറ്റാൻ വേണ്ടിയിട്ട് ശ്രീമോൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രീമോനും അതിൽ കയറാനൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ ഒന്നും കയറ്റാൻ പറ്റത്തില്ല. ഞാനൊരു ഫോട്ടോയെങ്കിലും എടുക്കാൻ കയറ്റണമെന്ന് കരുതിയാണ്, പക്ഷെ നടന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തിടത്തോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കണമായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ട്രാവലർ അവിടെ ആയിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്തോട് നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഏട്ടൻ ഫ്രണ്ട് ഇരുന്നതുകൊണ്ടാണ് ഏട്ടൻ ഈ വീഡിയോസ് എല്ലാം എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ പാരച്ചൂട്ട് ഒരുപാട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൽ അച്ചു ചേച്ചിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് പേടിയാണ്. എനിക്ക് ഈ പൊക്കവും ഈ വെള്ളത്തിലിറങ്ങുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിലൊന്നും ഇറങ്ങണമെന്നൊന്നും ഞാൻ പറയത്തതുമില്ല. ഏട്ടൻ എന്തായാലും ഈ വട്ടം എന്നെയും കൊണ്ട് ഒരു ശല്യവും ഇല്ലായിരുന്നു. എനിക്കൊന്നും വേണമെന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എവിടെയും കയറണമെന്നും പറഞ്ഞില്ല, എനിക്ക് വയ്യാത്തത് കൊണ്ട്. അങ്ങനെ പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളാണെങ്കിൽ പതുക്കെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങി ഫുഡും കഴിച്ചിട്ട് നമുക്ക് പരുന്തുംപാറ പോകാം, പിന്നെ വേറെ ഏതോ ഒരു സ്ഥലവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ നേരെ കരുനാഗപ്പള്ളിക്ക് അങ്ങ് പോകാമെന്നും പറഞ്ഞാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന ഒരു വഴിക്ക് മഴയ്ക്ക് മുമ്പായിട്ട് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കയറാൻ്റെ അടുത്തടുത്തോട്ട് പോകാമെന്നായിരുന്നേ പ്ലാന്. അപ്പം ചോറ് നമ്മൾ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു, പിന്നെ മോരുകറി, തൈര്, പിന്നെ നമ്മളാണെങ്കിൽ ഏലപ്പാറ വന്ന് അവിടുന്ന് ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ വേണ്ടുന്നതനുസരിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ അവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് വണ്ടിയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ AC വണ്ടി ആയതുകൊണ്ട് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് അവർ AC ഇട്ടേക്കുമായിരുന്നു. നമ്മൾ ഈ ചുരം ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്തേക്ക് ചെവിയിലൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. ആദ്യം കാശ് വേദന പറഞ്ഞെങ്കിൽ ഞാനോർത്ത് ചുമ്മാതായിരിക്കുമെന്ന്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ചെവി വേദനയായി. അങ്ങനെ പിന്നെ മഴയൊക്കെ അങ്ങ് തോന്നിയിട്ടുണ്ടായിരുന്നു. മരങ്ങളൊക്കെ ഇടയ്ക്കെല്ലാം ഒടിഞ്ഞും പിഴുതുമൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം ആ മഴ പെയ്തതുകൊണ്ട് നമ്മളാണെങ്കിൽ അന്നേരം തന്നെ ഇറങ്ങിയതുകൊണ്ട് രാത്രി ഒരു 8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എത്തുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് അർമാദിക്കുന്നെങ്കിൽ അർമാദിച്ചോ എന്ന് പറഞ്ഞ് ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി പാട്ടൊക്കെ ഇട്ട് കൊടുത്തതാണ്. ശ്രീമോൻ നല്ലതായിട്ട് ഡാൻസ് കളിച്ചു. പിന്നെ പിള്ളേർ സെറ്റ് എല്ലാം കളിച്ചു. പിന്നെ വലിയവരൊക്കെ എഴുന്നേറ്റെങ്കിൽ അവർക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും പിന്നെ അങ്ങ് ഇരുന്ന് കേട്ടോ. പക്ഷേ ശ്രീമോൻ നല്ല ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇവൻ്റെ താടിയൊക്കെ ചെന്ന് ഇടിക്കുമോ എന്നുള്ളത്. അവനിപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ തിരിച്ചു പോരാൻ സമയമായപ്പോഴാണ് എനർജി ആയത്. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ കരുനാഗപ്പള്ളി ചേച്ചിയുടെയൊക്കെ വീടെത്താറായപ്പോഴത്തേക്ക് പറയുവാണ് നന്ദി പ്രസംഗമൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു കേട്ടോ. ചേച്ചിയുടെയൊക്കെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു മെയ് 1-ാം തീയതി. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെന്നാൽ പക്ഷേ അവിടെ ചെന്നപ്പോൾ കേക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അത് നടന്നതും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു 8:45 നമ്മൾ പ്രേമിച്ചേൻ്റെയൊക്കെ വീട്ടിൽ വന്നു. ഇതെല്ലാവരും ഈ പരിസരത്ത് തന്നെ ഉള്ളവരാണ് കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ. അപ്പോൾ നമ്മൾ ആ രാത്രി തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടിങ്ങ് പോരുവാണ്. അപ്പോൾ രാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. ശ്രീമോനങ്ങ് ഭയങ്കര മോശമായിട്ടായിരുന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ഇരിക്കാനൊന്നും സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ പോരത്തുള്ളായിരുന്നേ. സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വണ്ടി തുറന്നപ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ പോവാമെന്ന് കരുതി അന്നേരം അങ്ങ് കരയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ അന്നേരം തന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് ഫുഡും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങ് എത്തുവാണ്. അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.